നമസ്കാരം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ കുഞ്ഞാലിയാണ്. ഡോക്ടർ കുഞ്ഞാലി സാറെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, അദ്ദേഹം മെഡിക്കൽ രംഗത്തും പൊതുരംഗത്തും അറിയപ്പെടുന്നൊരു വ്യക്തിത്വമാണ്. അതുകൂടാതെ ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് വേറിട്ട പല വഴികളിലൂടെ സഞ്ചരിക്കുകയും അത് വളരെയധികം ചർച്ചയാകുകയും ചെയ്യും. 5 പതിറ്റാണ്ടോളമായി ഈ മെഡിക്കൽ, പ്രത്യേകിച്ച് കാർഡിയോളജി രംഗത്ത് പ്രവർത്തിക്കുന്ന ഇദ്ദേഹം 1972 കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗ വിഭാഗം സ്ഥാപിക്കുന്ന സമയത്ത് അവിടുത്തെ ആദ്യത്തെ ട്യൂട്ടറായിക്കൊണ്ടാണ് ഈ മേഖലയിൽ വരുന്നത്. ഇപ്പോൾ ബൈപ്പാസ്, അതുപോലെ ആൻജിയോപ്ലാസ്റ്റി എന്നുള്ളത് വീണ്ടും കൂടുതൽ ചർച്ച ചെയ്യുന്നു. ഒരു സന്ദർഭത്തിൽ ഇതിന്നെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് ഹൃദ്രോഗങ്ങളെ എങ്ങനെ മാറ്റാം, വേറിട്ട വഴിയിലൂടെ അതിലെ ഒരു പാത വെട്ടിയ വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹമാണ് നമ്മൾ ഇന്ന് ഇത്തരം ഹൃദ്രോഗ സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ച്, അതിൻ്റെ പ്രോട്ടോക്കോളിനെ കുറിച്ചെല്ലാം സംവദിക്കുന്നു. നമസ്കാരം ഡോക്ടർ. താങ്ക് യു. ഞാൻ ചോദിക്കാനുള്ളത്, ഇന്ന് വ്യാപകമായി ആൻജിയോപ്ലാസ്റ്റി പ്രത്യേകിച്ച് യുവാക്കൾക്കടക്കം ചെയ്യുന്നു. പെട്ടെന്ന് അറ്റാക്ക് വരുന്നു, പിന്നെ നേരെ ആൻജിയോപ്ലാസ്റ്റിയിലേക്ക് പോകുന്നു. എന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ കൂടുതൽ ഇങ്ങനെ ഒരു സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രധാന പ്രശ്നം? ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ബൈപ്പാസ് ഓപ്പറേഷൻ. ബൈപ്പാസ് ഓപ്പറേഷന് ട്രെയിനിങ് വളരെ ഡിഫിക്കൽട്ട് ട്രെയിനിങ് ടൈമാണ്. നല്ലോണം പഠിക്കാനുണ്ട്, നല്ലോണം ട്രെയിനിങ് ആവശ്യമുണ്ട്. ആൻജിയോപ്ലാസ്റ്റി ആണെങ്കിൽ അത്ര ഒരു ട്രെയിനിങ്ങിൻ്റെ ആവശ്യവുമില്ല, അത്ര ഡിഫിക്കൽട്ടും അല്ല. അതുകൊണ്ട് ഒരുപാട് കാർഡിയോളജിസ്റ്റ് കുറച്ച് ട്രെയിനിങ് കിട്ടിയാൽ തന്നെ ഈ ആൻജിയോപ്ലാസ്റ്റിയിലോട്ട് ഇറങ്ങാറുണ്ട്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒരു 30 കൊല്ലങ്ങൾക്ക് മുമ്പ് ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയ കാലത്ത് കുറച്ച് പേര് ആൻജിയോപ്ലാസ്റ്റി ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ കോംപ്ലിക്കേഷൻസ് വളരെ കുറവായിരുന്നു. ഈ തുറന്ന രക്തക്കുഴലുകൾ അടയുന്നതും തിരിച്ചടയുന്നതും കുറവായിരുന്നു. തുറക്കുമ്പോൾ തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നതും കുറവായിരുന്നു. ഇന്നങ്ങനെയല്ല. ഇന്ന് ഒരുപാട് രോഗികൾക്ക് വളരെയധികം കോംപ്ലിക്കേഷൻസ് ഉണ്ടാകാറുണ്ട്. കാരണം എന്തെന്നാൽ വേണ്ടത്ര ട്രെയിനിങ് കിട്ടാതെ ആളുകൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നുണ്ട് ഇന്ന്. ഈ വിവരം അറിഞ്ഞിട്ട് ഞാൻ 10-25 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ എല്ലാ ഹെൽത്ത് മിനിസ്റ്റേഴ്സിൻ്റെ അടുത്തും പറഞ്ഞിരുന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ട്രെയിനിങ് ഉണ്ടാകണം, അതില്ലാതെ ആളുകളെ ഇത് ചെയ്യാൻ സമ്മതിക്കരുത്. അതുകൊണ്ട് ഇവർക്കൊരു സർട്ടിഫിക്കേഷൻ കോഴ്സ് വെക്കണം, DM കഴിഞ്ഞിട്ട്. കൃത്യമായിട്ട് ട്രെയിനിങ് കിട്ടിയ ആളുകൾ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ മലയാളികളുടെ രക്തക്കുഴലുകളിൽ പോയി പകുതി ട്രെയിനിങ് കിട്ടിയ ആളുകൾ പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, നേരത്തെ എപ്പോഴെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ കാണുകയാണെങ്കിൽ ഇന്ന് ആഴ്ചയിൽ 3, 4, 5 ആളുകൾ 1, 2, 3 ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിട്ട് ബ്ലോക്കുകൾ ഉണ്ടായിട്ട് നമ്മുടെ അടുത്ത് വരികയാണ്. ഇന്ന് മാറിയിട്ടില്ല, എനിക്ക് അസുഖമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിന് ചികിത്സിക്കേണ്ടി വരുന്നുണ്ട്. അതുണ്ടായിരുന്നില്ല കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലോണം ട്രെയിനിങ് കിട്ടിയ ആളുകൾ മാത്രമേ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് പോസ്റ്റ് ഓപ്പറേറ്റീവ് കോംപ്ലിക്കേഷൻസ് വളരെ കുറവായിരുന്നു. അതുകൊണ്ട് അത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഒന്നുണ്ടായത്, ഒരുപാട് കാത്ത് ലാബുകൾ ഉണ്ടായി കേരളത്തിൽ. ജനറൽ ആശുപത്രികൾ പോലും കാത്ത് ലാബ് ഉണ്ടെന്ന്. അവിടെ വേണ്ടത്ര സ്റ്റാഫില്ല, വേണ്ടത്ര ട്രെയിൻഡ് ഡോക്ടർമാരില്ല. അതുകൊണ്ട് ട്രെയിനിങ് കിട്ടാതെ ഡോക്ടർമാർ ഇത് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. അതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു മാറ്റം വരേണ്ട കാലം വന്നിട്ടുണ്ട്. ഇത് ചെയ്യുന്നവർക്ക് തന്നെ ഒരു സർട്ടിഫിക്കേഷൻ ആവശ്യമാണ്, DM കഴിഞ്ഞതിന് ശേഷവും. എന്നാൽ മാത്രമേ കോംപ്ലിക്കേഷൻസ് കുറക്കാൻ സാധിക്കുകയുള്ളൂ. ഈ മരുന്ന് കൊണ്ട് മാറുന്നത് ഈ പലപ്പോഴും പെട്ടെന്നുള്ളൊരു സന്ദർഭത്തിൽ ഈ ആൻജിയോപ്ലാസ്റ്റി എന്താ കഴിഞ്ഞാൽ, ഇപ്പോൾ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമെടുക്കാൻ, അതായത് അവരെ പെട്ടെന്നാവുന്ന സമയത്ത് ശരിക്കും പലതും മരുന്ന് കൊണ്ട് തന്നെ മാറുന്ന അസുഖങ്ങളായിരിക്കാം ഈ പറഞ്ഞ ബ്ലോക്കുകൾ. പക്ഷേ അത് ആൻജിയോപ്ലാസ്റ്റിക്ക് പോകുന്നു എന്നുള്ള ഒരു കാരണം വളരെ എളുപ്പമാണ് മനസ്സിലാക്കാൻ. ഞാൻ MBBS പഠിക്കുന്ന കാലത്ത് എന്നെ എൻ്റെ പ്രൊഫസർമാർ പഠിപ്പിച്ചു, രക്തക്കുഴലുകൾ അടഞ്ഞു പോയാൽ തുറന്നു കിട്ടാനുള്ള യാതൊരു മാർഗവുമില്ല എന്ന് പഠിപ്പിച്ചു. ഇറ്റ്സ് എ പ്രോഗ്രസീവ് ഡിസീസ്, ദർ ഇസ് നോ റിഗ്രഷൻ. ഞാൻ MDക്ക് പഠിക്കുമ്പോഴും അത് തന്നെയാണ് പഠിപ്പിച്ചത്. രക്തക്കുഴലുകളുടെ ബ്ലോക്കുകൾ ഒരിക്കലും മാറ്റാൻ സാധിക്കില്ല.
ഓപ്പറേഷൻ അല്ലാതെ വേറെ മാർഗ്ഗമില്ല. DM-ന് പഠിക്കുമ്പോഴും ഇത് തന്നെയാണ് എന്നെ പഠിപ്പിച്ചത്. ഒരു പ്രാവശ്യം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ അതിന് ഓപ്പറേഷൻ ചെയ്തിട്ട് തീർക്കണം. പക്ഷേ ഞാനത് വിശ്വസിച്ചിരുന്നില്ല. കാരണം ഞങ്ങൾ കുട്ടികൾ പഠിപ്പിക്കുന്നുണ്ട് ഈ രക്തക്കുഴലുകൾ അടയാനായിട്ട് 300ഓളം കാരണങ്ങളുണ്ടെന്ന്. കാരണങ്ങൾ നമ്മൾക്ക് മനസ്സിലാക്കിയാൽ ആ കാരണങ്ങൾ മാറ്റിയാൽ ഈ ബ്ലോക്ക് മാറണ്ടേ? നാച്ചുറൽ തിങ്കിങ്, ലോജിക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല ഈ പറഞ്ഞത്. പക്ഷേ എൻ്റെ അടുത്ത് തെളിവുണ്ടായിരുന്നില്ല ഇത് അടഞ്ഞുപോയ രക്തക്കുഴലുകൾ തുറക്കാൻ സാധിക്കുമെന്ന്. അങ്ങനെ ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു അതിനുള്ള റെഫറൻസ് കിട്ടിയത്. ഒന്നാം മഹായുദ്ധകാലത്തും പിന്നെ കൊറിയൻ യുദ്ധകാലത്തും ആളുകൾ യുദ്ധത്തിൽ പോയി മരണമടഞ്ഞു. സാധാരണയായിട്ട് യുദ്ധത്തിൽ പോയ വെടികൊണ്ട് മരണമടയുമല്ലോ. അവരുടെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവരിൽ മിക്ക ചെറുപ്പക്കാർക്കും 2 or 3 ബ്ലോക്കുകളുള്ളതായിട്ടാണ് കണ്ടത്. പക്ഷേ യുദ്ധത്തിന് പോയാൽ എല്ലാവരും മരണമടയില്ല, ചിലർ പിടിക്കപ്പെടും. അപ്പോൾ അവർ വാർ ക്യാമ്പിലാവും, ജയിലിലാവും. അങ്ങനെയുള്ള ആളുകൾക്ക് വേണ്ടത്ര ഭക്ഷണം കിട്ടൂല, അവരെ കൊണ്ട് പണിയെടുപ്പിക്കും. അങ്ങനെ അവർ 6 മാസം കൊണ്ട് 10-20 കിലോ തൂക്കം കൊണ്ട് കുറയും. അങ്ങനെയുള്ള ആളുകൾ ടൈഫോയിഡും കോളറ കൊണ്ടും മരണമടഞ്ഞു. അവരുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത് നോക്കിയപ്പോൾ ഒരാൾക്കും ബ്ലോക്കൊന്നുമില്ല. ദിസ് വാസ് ദ ഇൻഡയറക്റ്റ് എവിഡൻസ് അവൈലബിൾ 100 years ago. അതിനെ മറച്ചു വെച്ചിട്ടാണ് എൻ്റെ സുഹൃത്തുക്കൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് ഇത് തുറന്നു കിട്ടൂല. അപ്പോൾ എനിക്ക് ഡയറക്റ്റ് എവിഡൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യ കാലഘട്ടത്തിൽ എല്ലാ രോഗികളെയും ആൻജിയോപ്ലാസ്റ്റിക്കും ബൈപ്പാസിനും അയച്ചിരുന്നെങ്കിൽ പിന്നെ ഞാൻ എൻ്റെ പാത്തൊന്ന് മാറ്റി, ചേഞ്ച് മൈ ഡയറക്ഷൻ. ഇതില്ലാതെ തുറക്കാൻ സാധിക്കുമോ എന്നുള്ളതിന് അതുകൊണ്ട് ഞാൻ രോഗികളെ അഡ്മിറ്റ് ചെയ്തിട്ട് അവർക്ക് തെറാപ്പറ്റിക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആൻഡ് ഒപ്റ്റിമം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ഒരു ഗോൾ സെറ്റ് ചെയ്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് അത് തുടങ്ങി. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഇതിനുള്ള ഡയറക്റ്റ് എവിഡൻസ് കിട്ടിയത്. ആദ്യത്തേത് ഒരു കണ്ണൂരിലെ ഒരു 100 കിലോ ഉള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഇവിടെ ദമാമിൽ നല്ലൊരു ജോലിയിലുള്ള മനുഷ്യനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് നാട്ടിൽ വന്നപ്പോൾ ഒരു ചെറിയ നെഞ്ഞ് വേദന ഉണ്ടായി. നാട്ടിലൊരു വലിയ ആശുപത്രിയിൽ പോയി, കണ്ണൂരിൽ. അവർ ആൻജിയോഗ്രാം എടുത്തു. ഒരു രക്തക്കുഴൽ 100% അടഞ്ഞിട്ടുണ്ട്, പിന്നെ ഒരു രക്തക്കുഴൽ 30% അടഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 100% അടഞ്ഞതിനെ നമുക്ക് തുറന്നു കളയാമെന്ന് പറഞ്ഞു. അയാൾ സമ്മതിച്ചു. അവർ 1 മണിക്കൂർ ശ്രമിച്ചു ഇത് തുറക്കാൻ സാധിച്ചില്ല. അപ്പോൾ അത് അവർ നിർത്തിവെച്ചു. 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി ട്രൈ ചെയ്തു, എന്നിട്ടും തുറക്കാൻ സാധിച്ചില്ല. പക്ഷേ ഈ 2 പ്രാവശ്യം ഇത് കുത്തിക്കഴിഞ്ഞപ്പോൾ അയാൾക്ക് നേരത്തെ ഒരു ചെറിയ വേദനയാണ് ഉണ്ടായിരുന്നതെങ്കിൽ അതിനുശേഷം അയാൾക്ക് അനങ്ങാനും വയ്യ, നടക്കാനും വയ്യ, വേദനയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഇത് തുറക്കാൻ സാധിക്കുന്നില്ല, നിങ്ങൾ പോയിട്ട് ബൈപ്പാസ് ചെയ്തു എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ആ രോഗിയാണ് എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങൾക്ക് 10 ദിവസം പോരാ, നിങ്ങൾ 20 ദിവസം കിടക്കണം. അയാൾ അത് സമ്മതിച്ചു, 20 ദിവസം കിടന്നോളാന്ന്. അങ്ങനെ 20 ദിവസം കിടന്നു. ഒരു 10 കിലോ തൂക്കം കുറഞ്ഞു. നേരത്തെ വരുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കൈപിടിച്ച് ഇങ്ങനെ മെല്ലെ നടക്കണതാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പീഡിൽ നടന്നു പോയാലോ ഹാർട്ട് വീണ്ടും പൊട്ടിപ്പോയാലോ. അപ്പോൾ അങ്ങനെ വന്ന ആൾ 10 ദിവസം കഴിഞ്ഞപ്പോൾ 20 മിനിറ്റ്, 30 മിനിറ്റ്, 40 മിനിറ്റ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നടക്കുന്ന ആളായിട്ട് മാറി. അദ്ദേഹം നാട്ടിൽ ഇവിടെ തിരിച്ചു പോയി, ഗൾഫിൽ. 2 കൊല്ലം കഴിഞ്ഞിട്ട് അദ്ദേഹം വന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അസുഖമൊന്നുമില്ല ഇപ്പോൾ. അത് മാത്രമല്ല, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 10 കൊല്ലമായിരുന്നു, എനിക്ക് കുട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ ഒരു കുട്ടി ഉണ്ടായി എന്ന് പറഞ്ഞു അദ്ദേഹം. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആൻജിയോഗ്രാം റിപ്പീറ്റ് ചെയ്തപ്പോഴാണ് കാണുന്നത് ഇവർ 2 പ്രാവശ്യം കുത്തി തുറക്കാൻ സാധിക്കാത്തത് 80% തുറന്നിട്ടുണ്ട്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് കേസ് ദാറ്റ് ഐ ഡെമോൺസ്ട്രേറ്റഡ് ദാറ്റ് ഇത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുമെന്നുള്ളത്. അതിനുശേഷം എനിക്ക് 100,000 ഒരുപാട് കേസുകൾ, 90% ഉള്ളത് 40%, 80% ഉള്ളത് 30%, 60% ഉള്ളത് 20% കുറഞ്ഞ ഒരുപാട് കേസുകൾ ഞാൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. അതിൽ ഒരു കേസാണ് ഒരു 90% ബ്ലോക്ക് ഉണ്ടായിരുന്നു. അതിന് ആൻജിയോപ്ലാസ്റ്റി വേണമെന്ന് എല്ലാ സ്ഥലത്തും പറഞ്ഞിരുന്നു. അദ്ദേഹം ഒരു വിധത്തിൽ ആൻജിയോപ്ലാസ്റ്റി പോകില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്നതാണ്. അദ്ദേഹത്തിന് നമ്മൾ ചികിത്സ കൊടുത്തു.
അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അപ്പോൾ TMT എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ 10 ദിവസം ചികിത്സ കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് TMTന് മുകളിൽ ഓടാനും ബുദ്ധിമുട്ടില്ലാതെ നടക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം തിരിച്ചു പോയി ജദ്ദയിൽ. 2 കൊല്ലം കഴിഞ്ഞിട്ട് വന്നു, ആൻജിയോഗ്രാം റിപ്പീറ്റ് ചെയ്തു. 90 ഉള്ളത് 50% ആയിട്ടുണ്ട് കുറഞ്ഞിട്ട്. അദ്ദേഹം തിരിച്ചു പോയി 4 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്നും കൂടി വന്നു, ആൻജിയോഗ്രാം റിപ്പീറ്റ് ചെയ്തു, ഒരു ബ്ലോക്കും ഇല്ല, 0. ഇത് ലോകത്തിൽ തന്നെ ആദ്യത്തെ ആൻജിയോഗ്രാം പ്രൂവ് ചെയ്തിട്ടുള്ള 100% ബ്ലോക്ക് റിമൂവ് ചെയ്ത ആദ്യത്തെ കേസാണ്. അത് ഞാൻ 2019 ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇന്ന് നമുക്കറിയാം, ഇന്ന് നമുക്ക് ഡയറക്റ്റ് എവിഡൻസ് ഉണ്ട്. ആദ്യം ആൻജിയോഗ്രാം എടുത്തു, ബ്ലോക്ക് ഉണ്ട്, നമ്മൾ ചികിത്സ കഴിഞ്ഞു, 1 കൊല്ലം കഴിഞ്ഞിട്ട് ആൻജിയോഗ്രാം എടുത്തു, ബ്ലോക്ക് കുറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ബ്ലോക്ക് പൂർണ്ണമായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വി ഹാവ് നോ ഡയറക്റ്റ് എവിഡൻസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് ബ്ലോക്ക് തുറക്കാൻ സാധിക്കും എന്നുള്ളത്. പക്ഷേ എല്ലാ രോഗികൾക്കും ഒരുപോലെ ആവണമെന്നില്ല. ഞാൻ ആദ്യ കാലഘട്ടത്തിൽ 100% ആളുകൾക്കും ബൈപ്പാസ് ആൻജിയോപ്ലാസ്റ്റി സജസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് 1-2% ആളുകൾക്ക് മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ബാക്കിയുള്ളവർക്കൊക്കെ ഈ തെറാപ്പറ്റിക് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആൻഡ് ഓപ്റ്റിമം മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, ദ ഓപ്പണിംഗ് ഹാർട്ട് പ്രോഗ്രാം എന്നാണ് ഞങ്ങളതിനെ വിളിക്കുന്നത്. ആ പ്രോഗ്രാം കൊണ്ടിട്ട് എല്ലാവർക്കും വളരെ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നുണ്ട്.